ചില തുണിക്കടകളിൽ നിന്നും അതുപോലെ തന്നെ ചില മാളുകളിൽ നിന്നും ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങി കൂട്ടിയിരിക്കുകയാണ്. വാങ്ങി കൂട്ടുക മാത്രമല്ല, ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്കും ജീവനക്കാർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മേയർ കെയർ എന്ന് പറഞ്ഞിട്ട് ഇതൊരു വലിയ ദൂർത്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്. സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. എല്ലാ തവണ ഓണക്കോടി വാങ്ങാറുണ്ടോ? ഇല്ല, അങ്ങനെ വാങ്ങിക്കില്ല. അമ്മക്ക് വാങ്ങിക്കാനുള്ള ഇത് സന്തോഷമുണ്ട്. നല്ല ആദ്യമായിട്ടൊരു ഓണക്കോടി കിട്ടി. എത്ര കാലമായി കോർപ്പറേഷൻ വർക്ക് ചെയ്യുന്നു? നമ്മള് 10-14 വർഷം കൊണ്ടേ. അപ്പൊ ഇത്രയും കാലം ഇല്ലാത്തൊരു രീതിയല്ലേ ഇപ്പൊ? അതെ അതെ അതെ. ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. സന്തോഷം. വിചാരിച്ചാത്ത മാറ്റം. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓണം എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിനപ്പുറം എല്ലാവരെയും തുല്യ വീക്ഷണത്തിൽ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തൊഴിലാളികൾക്കും ഓണം സന്തോഷമാക്കുന്നതിലേക്ക്, ഓണത്തിന്റെ ആ ഒരു സന്തോഷത്തിന് നമ്മുടെ മേയർ ചെയ്ത ഈ ഒരു വലിയ പരിപാടിയെ തൊഴിലാളികൾ എല്ലാവരും ഒന്നടങ്കം അംഗീകരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ കാലം ഓണം കുറച്ചുകൂടി ഗംഭീരമാക്കാൻ വേണ്ടി ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഈ ചെയ്ത വലിയൊരു പുണ്യമായ ഒരു കർമ്മമാണ്. 11 വർഷമായി ഞാൻ ജോലിക്ക് കയറിയിട്ട് ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയ വളരെ വളരെ സന്തോഷം. ഓണക്കോടിയുണ്ട്, അതിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. വളരെ സന്തോഷം. ഹാപ്പി ഓണം. നമ്മൾ ഈ ജോലിക്ക് ഇപ്പൊ 4 വർഷമായി ഇറങ്ങിയിട്ട് പോലെ ഇതേപോലെ സന്തോഷം നമുക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ കിട്ടിയെന്ന് നിങ്ങളെല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. സന്തോഷമായോ? സന്തോഷമായി. പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയേറെ പ്രതീക്ഷിച്ചിട്ടുണ്ട്.